സാഹിത്യചാരി ഫസ്റ്റ് പാർട്ടിലെ സെക്കൻഡ് പേപ്പറിലുള്ള ആഷാഢ് കാ ഏക് ദിനിലുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അതിൽ അതിന് അടുത്ത 18ാമത്തെ ചോദ്യമാണ് നമ്മൾ വായിക്കുന്നത്. അംബിക കാളിദാസ് കെ സാത്ത് മല്ലിക കാ സംബന്ധ് ക്യോ നഹി ചാഹത്തി തി. അംബിക കാളിദാസനോട് ഉള്ള മല്ലികയുടെ ബന്ധം കാളിദാസനോടുള്ള മല്ലികയുടെ ബന്ധം എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത്? കാളിദാസനും മല്ലികയും തമ്മിലുള്ള ബന്ധം അംബികയ്ക്ക് ഇഷ്ടമില്ല. അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. അംബിക അസമയ് മേഹി വിധവ ബൻ ഗയി തി. അസമയത്ത് അകാല സമയത്ത് വിധവയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഒരു അംബിക. യൗവൻ യുക്ത് മല്ലിക കെ അലാവ ഉസ്കെ ഘർ മേ ഔർ കോയി നഹി തി. യൗവനയുക്തയായിട്ടുള്ള മല്ലികയെ അല്ലാതെ ആ വീട്ടിൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കെ അലാവ അല്ലാതെ, പുറമേ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം കേട്ടോ. അംബിക അപ്നി ബേട്ടി കെ പ്രതി അസീം പ്രേം ഔർ ഉത്കണ്ഠ രഖ്നെ വാലി നാരി തി. അംബിക തൻ്റെ മകളോട് അതിരറ്റ സ്നേഹവും ഉത്കണ്ഠയും വച്ചു പുലർത്തുന്ന ഒരു സ്ത്രീയായിരുന്നു. അമിതമായിട്ട് മകൾക്ക് സ്നേഹവും കൊടുക്കുന്നു, അതോടൊപ്പം അമിതമായിട്ടുള്ള ഉത്കണ്ഠയും ഉണ്ട്. മകളുടെ ഭാവി എന്തായിത്തീരുമെന്നുള്ള ഉത്കണ്ഠ. जीवन में अनेक प्रकार के कष्टों को सहने वाली अंबिका को മല്ലിക ഹി ഏകമാത്ര ആശ്രയി ഥ. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള കഷ്ടപ്പാടുകൾ സഹിച്ച അംബികയ്ക്ക് മല്ലികയാണ് ഒരേ ഒരു ആശ്രയമായിരുന്നത്. അപ്നി പുത്രി കാ ഭവിഷ്യ ഹി സദാസമയ അംബിക കി ചിന്താ കാ വിഷയ ഥ. തൻ്റെ പുത്രിയുടെ ഭാവി മാത്രമേ എപ്പോഴും അംബികയുടെ ചിന്താമണ്ഡലത്തിൽ അല്ലെങ്കിൽ അംബികയുടെ ചിന്തയ്ക്ക് ആശങ്കയുടെ വിഷയമായിട്ട് നിലനിന്നത്. ഉസ്കോ മാലൂം ഥാ കി ഉസ്കി പുത്രി ഗ്രാമപ്രദേശിക്കെ സ്ഥാനീയ കവി കാളിദാസ് പർ അനുരക്ത് തി. അവർക്കറിയാം എന്താണ്, തൻ്റെ മകൾ ഗ്രാമപ്രദേശത്തുള്ള ഒരു സാധാരണ കവിയായ കാളിദാസനിൽ അനുരക്തയാണ്. വഹ് കാളിദാസ് കെ സാത്ത് പ്രകൃതി കെ ഖോജ് മേ സ്വച്ഛന്ത് വിചരൺ കർത്തി തി. കാളിദാസനോടൊപ്പം പ്രകൃതി സൗന്ദര്യത്തെ തെരഞ്ഞുകൊണ്ട് സ്വതന്ത്രമായിട്ട് അവൾ വിഹരിക്കുകയാണ് എന്ന് നന്നായിട്ട് അമ്മയ്ക്കറിയാം. ഉസ് കാരൺ ഉസ്കെ സംബന്ധ മേ കയി പ്രകാർ കെ അപവാദ് ഗ്രാമപ്രദേശ് മേ ഫൈലിനെ ലഗേഹെ. അതിൻ്റെ ഫലമായിട്ട് ഗ്രാമപ്രദേശത്ത് അവരെപ്പറ്റി ഒത്തിരി അപവാദങ്ങൾ പടർന്നു പിടിക്കുകയാണ്. അംബിക മല്ലിക കെ പ്രണയ സംബന്ധ കോ വിതൃഷ്ണ और संदेह की दृष्टि से देखा करती है. ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ, അംബികയും കാളിദാസനുമായിട്ടുള്ള കാളിദാസനോടൊപ്പം കാളിദാസനും മല്ലികയും തമ്മിലുള്ള ബന്ധം അംബികയ്ക്ക് എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്നാണ്. അപ്പം ശരിക്കത് 2 മാർക്കിനൊക്കെ ചോദിച്ചാൽ അവിടെ മുതൽ കുറച്ച് എഴുതിയാൽ മതി കേട്ടാ. അംബിക കാളിദാസ് കെ പ്രണയ സംബന്ധ കോ വിതൃഷ്ണ और संदेह की दृष्टि से देखा करती है. അംബിക കാളിദാസനോടുള്ള മല്ലികയുടെ ബന്ധത്തെ വളരെ വിതൃഷ്ണ, വളരെ വെറുപ്പോടുകൂടിയും സംശയത്തോടു കൂടിയാണ് നോക്കാറ്. ക്യോങ്കി ഉസ്കി ദൃഷ്ടിമേ, അതാണ് കാരണം. എന്തുകൊണ്ട് അംബികയ്ക്ക് കാളിദാസിനെ ഇഷ്ടമില്ല? കാളിദാസ് സ്വാർത്ഥി അവർ ആത്മസീമിതത. 1 മാർക്കിനൊക്കെ ചോദിച്ചാൽ ഒരു വരി എഴുതിയാൽ മതി. അവരുടെ ദൃഷ്ടിയിൽ കാളിദാസൻ സ്വാർത്ഥനും ആത്മസീമിത് എന്ന് പറഞ്ഞാൽ സെൽഫ് സെൻട്രലൈസ്ഡ് എന്നാണ്. സ്വന്തം ആത്മാവിൽ മാത്രം നോക്കി ജീവിക്കുന്ന ആൾ. സ്വാർത്ഥൻ എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്ക് തന്നെയാണ് കേട്ടോ. സൻസാർ മേ ഉസേ അപ്പനെ സിവ ഔർ കിസി സേ മോഹ നഹി. അതും അംബിക വെറുക്കാനുള്ള ഒരു കാര്യമാണ്. ലോകത്ത് അവളെ സ്വയം തന്നെ കൂടാതെ മറ്റാരോട് യാതൊരു സ്നേഹമോ താല്പര്യമോ ഇല്ലാത്ത ആളാണ്. തന്നെ മാത്രം സ്നേഹിക്കുന്നവനാണ് കാളിദാസ്. ബഹു ഉത്തരദായിത്വഹീൻ ഫീഹെ. മാത്രം അല്ല, കാളിദാസ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവനെ തൊട്ട് തീണ്ടിയിട്ടേ ഇല്ല. ഇപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട്? അതാണ് അംബികയെ അലട്ടുന്നത്. അംബികാക്കോ മല്ലിക കെ പ്രേം കാ ശുഭ പരിണാം പർ ബിൽക്കുൽ വിശ്വാസ് നഹീന്ത. അംബികയ്ക്ക് മല്ലികയുടെ പ്രേമത്തിൻ്റെ ശുഭപരിണാമത്തെ പറ്റി ഒട്ടും തന്നെ വിശ്വാസം ഇല്ല. ഇതെങ്ങനെ അവസാനിക്കും, ഇവരുടെ ഈ പ്രേമം എങ്ങനെ അവസാനിക്കും എന്നുള്ളതിനെ പറ്റി യാതൊരു വിശ്വാസവും അംബികയ്ക്ക് ഉണ്ടായില്ല. इसलिए उसने
അപ്പനി ബേട്ടി കാ വിവാഹ് കഹീം കരാനെ കാ പ്രയത്ന കിയാ താ. അതുകൊണ്ട് അവർ തൻ്റെ മകളുടെ വിവാഹം മറ്റ് ആരോടെങ്കിലും എവിടെയെങ്കിലും നടത്താൻ വേണ്ടി തന്നെയാണ് ശ്രമിച്ചത്. യഹ് ജാൻകർ മല്ലികാനെ കഹ. ഇത് കേട്ട് മല്ലിക എന്താ പറഞ്ഞത്? മേ വിവാഹ് കർനാ നഹി ചാഹത്തി. എനിക്ക് വിവാഹമൊന്നും വേണ്ട. ഉസ്നെ ഭി കഹാ കി ഉസ്കാ ജീവൻ ഉസ്കി അപ്നി സമ്പത്തി ഹെ. പിന്നെ അവരിതും കൂടെ പറഞ്ഞു. എന്താണ് മല്ലിക പറയണ്? എൻ്റെ ജീവിതം എൻ്റെ സ്വന്തം സമ്പത്താണ്. वह उसे नष्ट करना चाहती है तो किसी को उस पर आलोचना करने का अधिकार नहीं है. താൻ ഒരുപക്ഷെ അതിനെന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും. എങ്കിൽ കൂടിയും കിസിക്കോ ഉസ് പർ ആലോചന, അതിനെപ്പറ്റി ആർക്കും കമൻ്റ് പറയാനുള്ള അവകാശം ഇല്ല. അംബിക കാ ദൃഢ വിശ്വാസ ഹി താക്കി ഭവിഷ്യ മേ കാളിദാസ് കെ ദ്വാര മല്ലിക വഞ്ചിത് അവർ തിരസ്കൃത ഹോഗി. അംബികയ്ക്ക് നല്ല ഉറപ്പായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. എന്താണ്? ഭാവിയിൽ ഇയാൾ കാളിദാസൻ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ പ്രേമിച്ച് നടക്കും. അവസാനം കാളിദാസനാൽ മല്ലിക വഞ്ചിക്കപ്പെടും, അവൾ ഉപേക്ഷിക്കപ്പെടും എന്നൊരു ദൃഢവിശ്വാസം അംബികയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. आषाढ़ की पहली वर्षा में भीगने के आनंद प्लग का वर्णन अपनी बेटी के मुंह से सुनते समय याയാണ്. അംബിക ने उस पर ध्यान देकर कहा. അപ്പോൾ ആ മഴയത്ത് നനഞ്ഞു വന്ന അതിൻ്റെ സന്തോഷത്തെ മകള് അമ്മയോട് പറയുന്ന സമയത്ത് അംബിക അതിനെപ്പറ്റി ശ്രദ്ധിക്കാതെ പറയാണ്. കാളിദാസ് കെ സംബന്ധ കോ ലേക്കർ ഗാവമേ അപവാദ് ഫൈൽ രഹാ ഹൈ. ഇതൊക്കെ ഒന്നാം രംഗത്ത് വരുന്ന കഥയാണ് കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. കഥയൊക്കെ കേട്ട കഥ മനസ്സിലാക്കി വെച്ചിരുന്നാൽ എന്ത് ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. ഗ്രാമത്തിലെമ്പാടും അപവാദങ്ങൾ പരക്കുകയാണ്. തബ് മല്ലികാനെ കഹാക്കി മേരെ ലിയെ കാളിദാസ് കാ സംബന്ധ് സബ് സംബന്ധവും സെ ബഡാ ഹൈ. എന്നെ സംബന്ധിച്ചിടത്തോളം കാളിദാസനുമായിട്ടുള്ള ബന്ധം മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും വലുതാണ്. മേ വാസ്തവമേ അപ്പനി ഭാവനാസെ പ്രേം കർത്തി ഹു. ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ഭാവനയോടാണ് ഞാൻ പ്രേമിക്കുന്നത്. എൻ്റെ ഭാവന കൊണ്ടാണ് ഞാൻ പ്രേമിക്കുന്നത്. ജോ പവിത്ര കോമൾ ഔർ അനശ്വർ ഹെ. എൻ്റെ പ്രേമം പവിത്രമാണ്, മൃദുവാണ്, അനശ്വരമാണ്. ലേക്കിൻ ജിസെ മല്ലിക ഭാവന കഹത്തി തി ഉസ്കെ സംബന്ധ് മേ അംബികാനെ ബത്തായ. എന്നാൽ മല്ലിക എന്തിനെയാണോ ഭാവന എന്ന് പറയുന്നത്, ഭാവന വെച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പം മല്ലിക ഏതിനെയാണോ ഭാവന എന്ന് പറയുന്നത്, സങ്കല്പം എന്ന് പറയുന്നത്, ഉസ്കെ സംബന്ധമേ അംബികാനെ ബത്തായ. ആ ഭാവനയെ പറ്റി അംബിക പറഞ്ഞത് എന്താണ്? ഭാവന സെ ജീവൻ കി ആവശ്യകതായി കഭി പൂരി നഹി ഹോത്തി. എടി പെണ്ണെ, ഭാവന കൊണ്ട് ജീവിതത്തിൻ്റെ ആവശ്യങ്ങളൊന്നും ഒരിക്കലും പൂർത്തീകരിക്കാൻ പറ്റില്ല. മല്ലിക ഭാവന കി ദുനിയാമേ രഹ്നെ വാലി ഏക്ക് അനുഭവഹീൻ യുവതി ഥി. ഭാവനാ ലോകത്ത് ജീവിക്കുന്ന ലോകപരിജ്ഞാനമില്ലാത്ത യുവതിയാണ് ആര്? മല്ലിക. ലേക്കിൻ അംബിക കാ ദൃഷ്ടികോൺ യഥാർത്ഥവാദി അവ ജീവൻ കെ ബാരെ മേ ഉൻകോ കാഫി അനുഭവ് ഭീത. എന്നാൽ അംബികയുടെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യം നിറഞ്ഞതാണ്. ജീവിതത്തെ പറ്റി അവർക്ക് നല്ല പരിജ്ഞാനവും ഉണ്ടായിരുന്നു. ഇസ്ലിയെ വോ കാളിദാസ് കെ സാത്ത് മല്ലിക കാ സംബന്ധ് നഹി ചാഹത്തി ഥി. ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്, അത് വേണ്ട. അതുകൊണ്ടാണ് കാളിദാസനോടുള്ള മല്ലികയുടെ ബന്ധത്തെ അവർ ആഗ്രഹിക്കാത്തത്. അപ്പോൾ ചുരുക്കിയാൽ അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? കാളിദാസൻ ജീവിക്കാൻ അവനറിയില്ല, അവന് ലോകപരിജ്ഞാനമില്ല, പിന്നെ സെൽഫ് സെൻട്രലൈസ്ഡ് വ്യക്തിയാണ്. അതായത് സ്വന്തം ആത്മാവിനെ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവനാണ്, സ്വാർത്ഥനാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ആശങ്ക കൊണ്ടാണ് മകളെ മറ്റാരോടെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അംബിക ആഗ്രഹിക്കുന്നത്. അടുത്ത 19. കാളിദാസ് और दंदुल के संवाद से जानवरों के प्रति कालिदास की सहानुभूति का പരിചയം ദീജിയെ. കാളിദാസനും ദന്തുളുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്ന് മൃഗങ്ങളോടുള്ള കാളിദാസൻ്റെ അനുകമ്പയെപ്പറ്റി വിവരിക്കുക. അല്ലെങ്കിൽ ഘായൽ ഹരിണശാവ് കെ അധികാർ കെ സംബന്ധ മേ രാജകർമ്മചാരി ദന്തുൾ और कालिदास के बीच में क्यों तर्क हुआ. മുറിവേറ്റ മാൻകിടാവിൻ്റെ അവകാശത്തെ സംബന്ധിച്ച് രാജകർമ്മചാരിയായിട്ടുള്ള ദന്തുലും കാളിദാസനും തമ്മിൽ എന്തുകൊണ്ട് തർക്കമുണ്ടായി
ഉസ്കാ പരിണാം ക്യാ ഹുവാ, അതിൻ്റെ ഫലം എന്തായി തീർന്നു എന്നാണ്. कालिदास और मल्लिका ने राजा कर्मचारी दंदुल द्वारा हरिण शावक की शुश्रूषा करके उसे स्वस्थ किया. കാളിദാസനും മല്ലികയും എന്ത് ചെയ്തു? രാജകർമ്മചാരിയായിട്ടുള്ള ദന്തുൽ എന്ത് ചെയ്തു? ദ്വാര ആഹത്ത് എന്ന് കേൾക്കണം കേട്ടോ, അവിടെ ഒരു വാക്കൂടെ ചേർക്കുക. ആഹത്ത്, മുറിവേൽപ്പിച്ച ഹരിൺശാവകത്തെ പരിപാലിച്ച് അതിനെന്ത് ചെയ്തു? ആരോഗ്യമുള്ളതാക്കി മാറ്റി. കാളിദാസിനെ മല്ലികാസെ കഹ, കാളിദാസ് മല്ലികയോട് പറഞ്ഞു, ആജ് ഗ്രാമപ്രദേശമേ നയി ആകൃതിയാ ദിഖായി ദേ രഹി ഹെ, ഇന്ന് ഗ്രാമപ്രദേശത്ത് പുതിയ ചില വ്യക്തികൾ കാണപ്പെടുന്നുണ്ട്. ഉനീമിയംസെ ഏക്കിനെ ഇസെ ആഹത്ത് കർദിയാ ഹെ, അതിൽ ഒരു വ്യക്തിയാണ് ഈ മാൻകിടാവിനെ മുറിവേൽപ്പിച്ചത്. കാളിദാസ് ഹരിൺ ശാവക് കോ ദൂത് പിലാനെ കി അസഫൽ ചേഷ്ട കർ രഹാ ഥാ, കാളിദാസ് ആ മാൻകിടാവിന് പാല് കൊടുക്കാൻ വേണ്ടിയുള്ള, പാൽ കുടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അത് കുടിക്കുന്നില്ല. അതാണ് അസഫലമായിട്ടുള്ള പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലയാൾ തോറ്റു എന്നർത്ഥം. കുടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. തഭി വഹാം ദന്തുൽ നാമക്ക് രാജപുരുഷായ, ആ സമയത്ത് അവിടെ ദന്തുൽ എന്ന് പറയുന്ന രാജപുരുഷൻ എത്തേണ്. രാജപുരുഷനെ കാളിദാസെ പൂച്ചാക്കി, രാജപുരുഷ കാളിദാസനോട് ചോദിച്ചു, മേരെ ബാണസെ ആഹത്ത് ഹരിൺ ശാവക് കോ ഉഠാ ലേ ജാനെ മേ തുമേ സങ്കോച് നഹി ഹോത്ത, എൻ്റെ അസ്ത്രം കൊണ്ട് മുറിവേറ്റ മാൻകിടാവിനെ എടുത്തുകൊണ്ടുവരാൻ നിങ്ങൾക്ക് യാതൊരു സങ്കോചവും ഇല്ലേ? നിങ്ങൾക്കൊരു മടിയില്ലേ? ഒരു നാണമില്ലേ? ഞാൻ മുറിവേൽപ്പിച്ച ഹരിൺ ശാവകത്തെ എടുത്തുകൊണ്ട് വരാൻ. തബ് കാളിദാസിനെ വ്യംഗ്യാത്മ ഹസി ഹസ്കർ ബത്തായ, ആ സമയത്ത് കാളിദാസൻ ഇത് കേട്ട് പരിഹാസപ്രധാനമായിട്ട് ചിരിച്ചിട്ട് പറയാണ്, തും ഈസ് പ്രദേശിക്കെ നിവാസി പ്രതീത് ഹോത്തെ, ഈസ് പ്രദേശിക്കെ നിവാസി, ഇവിടെ നഹീം കൂടെ ചേർക്കുക കേട്ടോ. ഈസ് പ്രദേശിക്കെ നിവാസി നഹി പ്രതീത് ഹോത്തെ, നിങ്ങൾ ഈ പ്രദേശത്തിലെ നിവാസി അല്ല എന്ന് തോന്നുന്നല്ലോ. നഹി എന്നുള്ള വാക്കൂടെ ചേർക്കണം കേട്ടോ, എന്നാലേ അവിടെ ഇതാവുള്ളൂ, അർത്ഥം കിട്ടുള്ളൂ. ദന്തുലിനെ തബ് കഹ, അപ്പം ദന്തുൽ അപ്പോഴെന്താ പറഞ്ഞത്? യഹ്തോ മേരി വേഷഭൂഷ സേ ഹി സ്പഷ്ട ഹെ, ഇതെൻ്റെ വേഷവിധാനം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ് എന്ന് പറഞ്ഞു. യഹ് സുൻകർ കാളിദാസിനെ കഹാക്കി തുമാരി വേഷഭൂഷാക്കോ ദേഖ് കർ നഹി കഹ രഹാ ഹോ, ഇത് കേട്ടിട്ട് കാളിദാസ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ വേഷവിധാനം കണ്ടിട്ടല്ല ഞാൻ ഈ പറഞ്ഞത്. കാളിദാസ് കെ കഹിനെ കാശൈ ധാക്കി ഉസ് ഗ്രാമപ്രദേശ് കാ കോയി ഭി നിവാസി ഹരിൺ ശാവക് കോ നഹി മാരേഗ, കാളിദാസൻ പറഞ്ഞതിൻ്റെ ആശയം എന്താണ്? നിങ്ങൾ ഈ നാട്ടുകാരനല്ല എന്നെനിക്ക് തോന്നുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? ആ ഗ്രാമപ്രദേശത്തിലുള്ള ഒരാളും എന്ത് ചെയ്യില്ല, ഒരു മാൻകിടാവിനെയോ മറ്റ് ജീവജാലങ്ങളെയോ ഉപദ്രവിക്കാറേ ഇല്ല. ഈ സാശയിക്കോ ന സമച്ചനെ വാലെ ദന്തുലിനെ വ്യംഗ്യസ്വരുമേ കഹ, ഈ ആശയത്തെ മനസ്സിലാക്കാത്ത ദന്തുൽ പരിഹാസത്തോടുകൂടി പറയാണ്, ജാൻ പഠത്താ ഹെ കി ചോരി കെ അലാവ സാമുദ്രിക് കാഭി അഭ്യാസ് കർത്തേ ഹോ, കാളിദാസനോട് പറയാണ്, നിങ്ങൾക്ക് കളവ് മാത്രമല്ല മുഖലക്ഷണം കൂടി നിങ്ങൾ പരിശീലിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്ന് പറയും. പരിഹാസത്തിലാണ്. ദന്തുലിനെ ഫിർ കഹാക്കി ഹരിൺ ശാവക് മേരി സമ്പത്തി ഹെ, ഇതെൻ്റെ സമ്പത്താണ് എന്ന് ദന്തുൾ പറയുന്നു. ഇസിലെ മുझे ലൗട്ടാവോ, അതുകൊണ്ട് അതെനിക്ക് ലൗട്ടാവോ, ലൗട്ടാ ദോയാണ് കുറച്ചുകൂടെ കറക്റ്റ് കേട്ടോ, ഞാൻ അറിയാതെ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് തിരിച്ചു തരൂ എന്ന് പറഞ്ഞു. ഹരിൺ ശാവക് അധികാർ പർ ദന്തുൽ और കാളിദാസ് കെ ബീച്ച് മേ വിവാദ് ഹുവ, ആ മാൻകിടാവിൻ്റെ അവകാശത്തെ ചൊല്ലി ദന്തുളും കാളിദാസും തമ്മിൽ വിവാദം ഉണ്ടായി. കാളിദാസിനെ സ്പഷ്ട ബത്താ ദിയാ കി യഹ് ഹരിൺ ശാവക് പാർവത്യ ഭൂമി കി സമ്പത്തി ഹെ, കാളിദാസൻ വ്യക്തമാക്കി കൊടുക്കുകയാണ് എന്താണ്, ഈ ഹരിൺ ശാവക് ഈ പർവ്വത പ്രദേശത്തിലെ സമ്പത്താണ്. രാജപുരുഷയ്ക്ക് ധംകിക്ക് ഉപേക്ഷ കർത്തേ ഹുയെ ഉസിനെ മല്ലികാസെ കഹ, ഈ സമയത്ത് രാജപുരുഷൻ എന്ത് ചെയ്തു? ഭീഷണിയുടെ സ്വരത്തിൽ പറയുന്നു. അപ്പം അതിനെപ്പോലും ഭീഷണിപ്പെടുത്തിയ സമയത്ത് അതിനെപ്പോലും അവഗണിച്ചുകൊണ്ട് അവൻ മല്ലികയോട് പറയുന്നു, കാളിദാസ് മല്ലികയോട് പറയുന്നു, ഇസെ അന്തർ ലേ ജാക്കർ കിസി ഷയ്യായ ബിസ്തർ പർ ലിടാ ദോ, ഈ കുഞ്ഞിനെ, ഈ മാൻകിടാവിനെ അകത്തേക്ക് കൊണ്ടുപോയി ഏതെങ്കിലും കിടക്കയിൽ കിടത്തൂ എന്ന് പറയും.
तब भीतर से आती हुई अंबिका ने कहा कि इस घर की शैया और बिस्तर ഹരിൻ ഷാവ് കെ ലിയെ നഹി. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് അംബിക പുറത്തുനിന്ന് അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഈ വീട്ടിലുള്ള ബെഡോ കിടക്കയോ ഒന്നും ഹരിൻ ഷാവിന് വേണ്ടിയുള്ളതല്ല, മാൻകിടാങ്ങൾക്ക് കിടക്കാനുള്ളതല്ല ഇവിടുത്തെ കിടക്ക എന്ന് അംബിക തീർത്ത് പറയുന്നു. അംബിക കാ കഥൻ സുൻകർ കാളിദാസിനെ അപമാൻ കാ അനുഭവിക്കുക. അംബികയുടെ ഈ വാക്കുകൾ കേട്ട് കാളിദാസന് അത് അപമാനമായിട്ട് തോന്നി. ഉസിനെ കകത്തെ ഹുയെ മല്ലികാസെ ഹരിൻ ഷാവോ കൂലിയ. എന്നിട്ട് എന്ത് ചെയ്തു, മല്ലികയിൽ നിന്ന്, അതുകൊണ്ട് മല്ലിക എന്ത് ചെയ്തു, മല്ലികയുടെ കയ്യിൽ നിന്നും ഹരിണശാവകത്തെ ദേഹം വാങ്ങി. എന്നിട്ട് പറയണ ഇസ്കേലിയെ മേരി ബാഹുവും കാ ബിസ്തർഹി പര്യാപ്തക്ക്. ശരി, ഇഞ്ഞു കൊണ്ടുപോവാ, ഈ മാൻകിടാവിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൈകൾ തന്നെ ബെഡ്, എൻ്റെ കൈകളാകുന്ന ബെഡ് തന്നെ, കൈകളാകുന്ന കിടക്ക തന്നെ പര്യാപ്തമാണ്. ഇത്തന കർ കാളിദാസ് അപ്പനെ ഘർക്കോ ലേ ചലനെ ലഗ. ഇത്രയും പറഞ്ഞിട്ട് കാളിദാസൻ സ്വന്തം വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ദന്തുൽ ने क्रोधपूर्वक तलवार की मूठ पर हाथ रखकर उसके पीछे जाना चाहा. ദന്തുള് വളരെ ദേഷ്യത്തോടുകൂടി വാളിൻ്റെ പിടിയിൽ കൈവച്ചിട്ട് എന്ത് ചെയ്തു, കാളിദാസിൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങി. മല്ലികാനെ ദന്തുൽ കോ ടോക്ക് കർ, ടോക്കിനെ തടസ്സപ്പെടുത്തുക. മല്ലിക ദന്തുലിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് തടഞ്ഞുകൊണ്ട് പറയുന്നു, കി കാളിദാസ് നിരസ്ത്ര ഹോത്തെ ഹുയെ ഭി തുമാരെ ശസ്ത്ര കി ചിന്ത ന കരേങ്കി. കാളിദാസിൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, നിരസ്ത്രാണ്, ആയുധമില്ലാത്തവനാണെങ്കിലും നിങ്ങളുടെ ആയുധത്തെപ്പറ്റി അദ്ദേഹത്തിന് യാതൊരു ആശങ്കയും ഉണ്ടാവില്ല. തുമാരയിലെ പ്രശ്ന അധികാർക്കാഹെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം അവകാശത്തിൻ്റെതാണ്, ആ മൃഗത്തിന് വേണ്ടിയുള്ള അവകാശവാദമാണ്. ഹിന്ദു ഉൻകയിലെ പ്രശ്ന സംവേദനാക്കാൻ, പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലാകട്ടെ അനുകമ്പയാണ്. कालिदास नाम सुनकर राजपुरुष दंदुल ने क्षमा याचना की और कहा कि उज्जैनी के सम्राट ने स्वयं ഋതുസംഹാർ പഠാ और उसकी പ്രശംസ की है. അപ്പോൾ കാളിദാസിൻ്റെ പേര് കേട്ടതും ദന്തുൽ എന്ത് ചെയ്തു, മല്ലികയോട് ക്ഷമ ചോദിക്കുകയും എന്നിട്ട് എന്താ പറഞ്ഞത്, ഉജ്ജയിനിയിലെ ചക്രവർത്തി സ്വയം ഋതുസംഹാരം വായിക്കുകയും അതിനെ പ്രശംസിക്കുകയും ചെയ്തിരിക്കുന്നു. ഇസലിയെ उज्जैनी का राज्य ഋതുസംഹാർ के लेखक को രാജകവി का पद देना चाहता है. അതുകൊണ്ട് എന്താണ്, ഋതുസംഹാരത്തിൻ്റെ ലേഖകനെ ഉജ്ജയിനിയിലെ മഹാരാജാവ് രാജകവി എന്നുള്ള സ്ഥാനം കൊടുത്ത് കാളിദാസിനെ ആദരിക്കാൻ ആഗ്രഹിക്കുകയാണെന്നൊക്കെ പറയുന്നു. പ്രസ്തുത ഘടനാസെ കാളിദാസ് കെ മൻ കി കോമളത തഥാ, ഇവിടെ ജാൻവരവും എന്നാക്കുക കേട്ടോ, രാജവരവും അല്ല, ജാൻവരവും കെ പ്രതി, അനിമൽസിനോട് ഉള്ള സഹാനുഭൂതിക്ക് ഭാവന കാ പരിചയ് മിൽത്താ ഹെ. കാളിദാസിൻ്റെ മനസ്സ് വളരെ സോഫ്റ്റാണ്, അതുപോലെ അനിമൽസിനോടുള്ള കാളിദാസിൻ്റെ ആ ഒരു അനുകമ്പ അതും ഇതിൽ നമുക്ക് വെളിവാകുന്നു എന്നാണ്. അടുത്ത 20ാമത്തെ ചോദ്യം, कालिदास को राजकवि का पद मिलने की वार्ता सुनकर मल्लिका और अंबिका की प्रतिक्रियाओं पर പ്രകാശ് ഡാലി. കാളിദാസിന് രാജകവി എന്നുള്ള സ്ഥാനം കിട്ടി എന്നുള്ള വാർത്ത കേട്ടതും ഇതിനെപ്പറ്റി മല്ലികയുടെയും അംബികയുടെയും റിയാക്ഷൻസ്, പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. मल्लिका को राजा कर्मचारी दंदुल से मालूम हुआ कि उज्जैनी के सम्राट ने स्वयं ऋतुसंहार पढ़ा और कालिदास की प्रशंसा की है, इसलिए उज्जैनी का राज्य ऋतुसंहार के लेखक का सम्मान करना और രാജകവി का ആസൻ ദേന, ആസൻ എന്ന് പറഞ്ഞാൽ സീറ്റാണ്, രാജകവി എന്നുള്ള സീറ്റ് കൊടുക്കാൻ, ആ പദവി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ആരിൽ നിന്നറിഞ്ഞു, ദന്തുളിൽ നിന്നും അറിയാൻ പറ്റി. ആചാര്യ വരരുചി ഇസി ഉദ്ദേശ സെ ആയേ ഹെ, യഹ് ജാൻകർ മല്ലിക കെ ഹർഷോല്ലാസ് കാ പാരാവാർ നഹി രഹ. ഇതറിഞ്ഞതും മല്ലികയുടെ ഹർഷോല്ലാസത്തിന് അതിലുണ്ടായില്ല. मल्लिका ने अपनी माँ से कहा कि कालिदास को घर के या बाहर के लोगों ने समझने का प्रयत्न नहीं किया है. അപ്പം മല്ലിക തൻ്റെ അമ്മയോട് പറയണം, എന്താണ്, കാളിദാസിനെ വീട്ടിലുള്ളവർക്കോ വീട്ടിന് പുറത്തുള്ള ആൾക്കാർക്കോ മനസ്സിലാക്കാനുള്ള, കാളിദാസിനെ മനസ്സിലാക്കാൻ ആരും തന്നെ ശ്രമിച്ചിട്ടില്ല. വീട്ടിലുള്ളവരെ ശ്രമിച്ചിട്ടില്ല, വീട്ടിന് പുറത്തുള്ള ആൾക്കാരും കാളിദാസിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല.
ഉൻകോ കേവൽ അവഹേളന ഹി മിലി ഹെ. തൻ്റെ പ്രിയതമനായിട്ടുള്ള കാളിദാസന് വെറും അവഹേളനയും അവജ്ഞയുമാണ് കിട്ടിയിട്ടുള്ളത്. മല്ലിക കെ ഹർഷോല്ലാസ് കാ കോയി പ്രഭാവ് അംബിക പർ നഹീം പട. മല്ലികയുടെ ആ ഹർഷോല്ലാസം, സന്തോഷ സൂചകമായിട്ട് ആ സംസാരിച്ചതിൻ്റെ പ്രഭാവം, സ്വാധീനം അംബികയ്ക്ക് ഒട്ടുമേ ഉണ്ടായില്ല. അംബിക കഹിനെ ലഹി കാളിദാസ് രാജകവി ക്യാസൻ പർ ബൈഠേഗ. അംബിക തമാശയായിട്ട് പറയാണ്, കാളിദാസൻ രാജകവി എന്നുള്ള ആ സ്ഥാനത്തിരിക്കും. നയി പരിസ്ഥിതി മേ തുമാരെ സാത്ത് ഉസ്കെ വിവാഹ് കി കൽപ്പന നഹി കി ജാ സക്തി. പുതിയ ഒരു ചുറ്റുപാടിലെത്തുമ്പോൾ, രാജകവി എന്നുള്ളപ്പോൾ ഉന്നതമായിട്ടുള്ളൊരു സ്ഥാനമാണ്, ആ ഒരു പരിതസ്ഥിതിയിൽ നിന്നോടൊപ്പം അവൻ്റെ വിവാഹത്തെ പറ്റി സങ്കല്പം പോലും ഉണ്ടാവില്ല. ക്യോങ്കി കാളിദാസ് ആത്മസീമിത് പുരുഷയെ. ഈഗോയിസ്റ്റ് എന്നാണ് ആത്മസീമിത്. സ്വന്തം മനസ്സിനെ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഒരു സ്വാർത്ഥനായിട്ടുള്ള വ്യക്തിയാണ് കാളിദാസൻ എന്ന് പറയുന്നു. अंबिका ने व्यंग्यभरी वाणी में बेटी से कहा कि कालिदास के आज तक का जीवन अभावग्रस्त रहा. അംബിക പരിഹാസത്തിൽ മകളോട് പറയുന്നതാണ്, കാളിദാസൻ്റെ ഇന്ന് വരെയുള്ള ജീവിതം ദാരിദ്ര്യ അവസ്ഥയിലായിരുന്നു. സമ്മാൻ അവർ പ്രതിഷ്ഠ പാനെ പർ ഉസ്കെ സാത്ത് തുമാര വിവാഹ് നഹി ഹോഗ. അവൻ്റെ റെസ്പെക്റ്റും അവന് മറ്റ് സ്ഥാനമാനങ്ങളും ലഭിച്ചു കഴിയുമ്പോൾ നിന്റെ വിവാഹം അവനോടൊപ്പം നടക്കുകയേ ഇല്ല. അവൻ അവൻ്റെ സ്വന്തം കാര്യം നോക്കി അങ്ങ് പോകുന്നർത്ഥം. കാളിദാസ് കെ ആത്മകേന്ദ്രിത ജീവൻ കി നിന്ദ കർത്തി ഹുയി അംബികാനെ കഹ. കാളിദാസൻ്റെ സ്വാർത്ഥ ജീവിതത്തെ പരിഹസിച്ചുകൊണ്ട്, കുറ്റപ്പെടുത്തിക്കൊണ്ട് അംബിക പറയുന്നു, വഹ് തുമാരെ മാധ്യം സേ സ്വയം സേ ഹി പ്രേം കർത്താ ഹൈ. നീ എന്ന് പറയുന്ന ഒരു മീഡിയ വച്ചുകൊണ്ട്, നീ എന്ന് പറയുന്ന ഒരു മാധ്യമത്തെ വച്ചുകൊണ്ട് അവനെയാണ് പ്രേമിക്കുന്നത്. യഥാർത്ഥത്തിൽ നിന്നോട് സ്നേഹമില്ല, അവൻ യഥാർത്ഥത്തിൽ അവനെ തന്നെയാണ് സ്നേഹിക്കുന്നത്. കാളിദാസ് കേലിയെ മല്ലിക കേവൽ ഏക ആശ്രയിക. കാളിദാസനെ സംബന്ധിച്ചിടത്തോളം മല്ലിക വെറും ഒരു ആശ്രയം മാത്രം. ജിസ്സേ വോ പ്രേം കർ സക്താ ഹെ. അതിനെയാണ് അയാൾ പ്രേമിക്കുന്നത്. അവർ ഗർവ് ഭീ കർ സക്താ ഹെ. എന്നിട്ട് അഭിമാനിക്കുകയും ചെയ്യുന്നു. ഈസ് കാരൺ വഹ് മല്ലിക കി ഭാവന കോ മഹത്വ നഹി ദേഖ. അക്കാരണത്താൽ കാളിദാസൻ ഒരിക്കലും മല്ലികയുടെ ഭാവനയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയേ ഇല്ല. സൻസാർ മേ ഉസെ അപ്പനെ സിവ ഓർ കിസി സേ ബി മോഹ നഹി ഹെ. ഈ ലോകത്ത് അവനെ അല്ലാതെ മറ്റൊന്നിനോട് ഒരു സ്നേഹമോ ആകർഷണമോ ഇല്ല. അംബികാക്കെ കഹിനേക്കാ താത്പര്യ ഏകതാക്കി. അംബിക പറഞ്ഞതിൻ്റെ ആശയം എന്താണ്? രാജകവി കാ പദ് പാനെ പർ കാളിദാസ് മല്ലികാക്കോ ഭൂൽ ജായേക. രാജകവി എന്നുള്ള സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ കാളിദാസൻ മല്ലികയെ മറക്കുക തന്നെ ചെയ്യും എന്നാണ്. അംബികാനെ മല്ലികാസെ യഹ് ചിന്ത ഭി പ്രകട്ടി. അംബിക മല്ലികയോട് ഈ ഒരു ആശങ്കയും പ്രകടിപ്പിക്കുകയാണ്. എന്താണ്? ഈ ഉസ്കി മൃത്യു ഹോ ജാനെ പർ മല്ലിക കി ക്യാ ദശ ഹോഗി. തൻ്റെ മരണശേഷം മകളുടെ അവസ്ഥ എന്തായിത്തീരും എന്ന്. ക്യാ മല്ലിക കി ഭാവന ഉസ്കി ഉദരപൂർത്തി കരേഗി. മല്ലികയുടെ ആ ഭാവന, മല്ലിക ഇപ്പം ഭാവന നിർഭരമായിട്ടുള്ള ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുകയില്ലേ, ആ ഭാവന അവളുടെ വയറ്റിപ്പിഴപ്പിന് ഉപകരിക്കുമോ എന്നാണ്. ഈസ് പ്രശ്നയ്ക്ക് ഉത്തർമേ മല്ലികാനെ സാഹസ് പൂർവക് കഹ. ഇതിനുത്തരമായിട്ട് മല്ലിക വളരെ ധൈര്യപൂർവ്വം പറയാണ്, ആജ് ഉൻകാ ജീവൻ നയി ദിശ ഗ്രഹൺ കരാ ഹെ. ഇന്ന് കാളിദാസൻ്റെ ജീവിതം പുതിയ ഒരു ഡയറക്ഷനെ, പുതിയ ഒരു ദിശയെ പ്രാപിച്ചിരിക്കുകയാണ്. അവർ ഐസേ അവസർ പർ, ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ മേ ഉൻകെ സാമനെ വിവാഹ കാ പ്രശ്ന രഹക്കർ അപ്പനെ സ്വാർത്ഥ കി ഘോഷണ കർണ നഹി ചാഹത്തി. ഒരു പുതിയൊരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ മുന്നിൽ വിവാഹത്തിൻ്റെ പ്രശ്നം എടുത്തിട്ടിട്ട് വിവാഹത്തിൻ്റെ പ്രശ്നത്തെ വെച്ചുകൊണ്ട് തൻ്റെ സ്വാർത്ഥതയെ ഉദ്ഘോഷിക്കാൻ താൻ തയ്യാറല്ല. എൻ്റെ കാര്യത്തെപ്പറ്റി അവിടെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് എൻ്റെ കാര്യം മാത്രം നേടിയെടുക്കുക എന്നുള്ള ആ ഒരു ഉദ്ഘോഷണം, അതിനെ നേടിയെടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ സ്വാർത്ഥതയെ പൂർത്തീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. മല്ലിക और अंबिका की प्रतिक्रिया से सिद्ध होता है कि, ഇങ്ങനെ അമ്മയുടെയും മകളുടെയും പ്രതികരണത്തിൽ നിന്ന് നമുക്കൊരു കാര്യം തെളിയുന്നു. कि अंबिका को काफ़ी ലോകാനുഭവ പ്രാപ്തത. അംബികയ്ക്ക് ഇഷ്ടംപോലെ ലോകാനുഭവങ്ങളുണ്ട്.
ലോക പരിജ്ഞാനം അവർക്കുണ്ട്. അവർ മല്ലിക ഭാവനാവുങ്കി ദുനിയാമേ രഹിനെ വാലി എക്ക് നവ യൗവന മാതൃതി. മല്ലികയാകട്ടെ ഭാവനാ ലോകത്ത് ജീവിക്കുന്ന ഒരു യുവതി മാത്രം ആയിരുന്നു. ഒരു നവ യൗവന എന്ന് പറഞ്ഞാൽ ഒരു പുതുപുത്തൻ യുവതിയായിട്ടാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുക. അടുത്ത ചോദ്യം, സമ്മാൻ കെ പ്രതി കാളിദാസ് ക്യോം ഉദാസീൻ രഹ. അദ്ദേഹത്തിന് രാജകവി എന്നുള്ള സ്ഥാനം കിട്ടിയല്ലോ, പക്ഷേ എന്തുകൊണ്ട് കാളിദാസൻ അതിനോട് താല്പര്യം പ്രകടിപ്പിച്ചില്ല? ബാദ്മേ അപ്പന നിർണയ് ക്യോം ബദൽ ലിയ. അതിനുശേഷം അയാൾ തൻ്റെ തീരുമാനത്തെ എങ്ങനെ മാറ്റി എന്നാണ്. കാളിദാസ് കെ ദ്വാര രാജകവി കാ പദ് ഗ്രഹൺ കർണേ കെ ലിയെ മല്ലിക കാ അനുരോധ് കൈസേ സഫൽ ഹുവ. കാളിദാസനാൽ രാജകവി എന്നുള്ള പദം നേടിയെടുക്കാൻ വേണ്ടി, അത് സ്വീകരിക്കാൻ മല്ലികയുടെ അപേക്ഷ എങ്ങനെ വിജയിച്ചു എന്നാണ്. അതായത് മല്ലികയുടെ റിക്വസ്റ്റ് എങ്ങനെ വിജയിച്ചു, കാളിദാസ് ആ രാജകവി എന്നുള്ള സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി മല്ലികയുടെ ആ റിക്വസ്റ്റ്, ആ ഒരു അപേക്ഷ എങ്ങനെ സാധ്യമായി എന്നാണ്. രാജപുരുഷ ദന്തുൽ സെ ഗ്രാമവാസിയോं को पता चला कि सम्राट ने स्वयं ऋतुसंहार पढ़ा है और उसकी प्रशंसा की है, इसलिए उज्जैनी का राज्य ऋतुसंहार के लेखक का सम्मान करना और राजकवि का आसन देना चाहता है, किंतु कालिदास राजकवि का सम्मान स्वीकार करना नहीं चाहता था. कालिदास की दृष्टि में राजकवि के पद को ग्रहण करने का अर्थ है. കാളിദാസൻ എന്തുകൊണ്ടാണ് ആ പദവി ഏറ്റെടുക്കാത്തത്? കാളിദാസിൻ്റെ കാഴ്ചപ്പാടിൽ രാജകവി എന്നുള്ള സ്ഥാനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പനേക്കോ കുച്ച് രാജകീയ മുദ്രാവോ കെ ബദലെ ബേച്ചന. തന്നെ കുറച്ച് രാജകീയ നാണയങ്ങൾക്ക് പകരം വിൽക്കുക എന്നാണ്. തന്നെ അങ്ങ് വിറ്റ് കളയുക കുറച്ച് പണത്തിന് വേണ്ടി. ഇസ്കെ അലാവ കവി പ്രതിഭാക്ക വികാസ് ഭി രുക്ക് ജായേഗ. അത് മാത്രമല്ല, രാജപദവി ഏറ്റെടുത്ത് കഴിഞ്ഞാലോ കവിയുടെ പ്രതിഭയുണ്ടല്ലോ, ഒരു കവികൾക്കുള്ള പ്രതിഭ, അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് പെട്ടെന്ന് നിന്ന് പോവുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ കവി പ്രതിഭയ്ക്ക് വാട്ടം ഉണ്ടാകും ഈ രാജകവിയായിട്ട് സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്നാണ്. ഗ്രാമപുരുഷൻ നിക്ഷേപിനെയ ആശങ്ക പ്രകടിക്കി. എന്നാൽ ഗ്രാമപുരുഷനായിട്ടുള്ള നിക്ഷേപ് ഇങ്ങനൊരു ആശങ്ക പ്രകടിപ്പിച്ചു. എന്താണ്? ഷായിദ് കാളിദാസ് രാജകവി കാ ശ്രേഷ്ഠ പദ തിരസ്കാർ ദേഗ. ഒരുപക്ഷെ കാളിദാസൻ രാജകവി എന്നുള്ള ശ്രേഷ്ഠ പദവി തിരസ്കരിക്കുമെന്ന്. പരിണാം സ്വരൂപ് വഹ് കേവലേക്ക് സ്ഥാനീയ കവി ഹോക്കർ രഹേക. അതിൻ്റെ ഫലമായിട്ട് വീണ്ടും അയാൾ ഒരു ഗ്രാമീണ സ്ഥാനീയ കവിയായിട്ട് മാറും എന്നൊക്കെ ആര് നിക്ഷേപം മനസ്സിലാക്കി. മല്ലികാനെ നിക്ഷേപ് കാ സമർത്ഥൻ കർക്കഹ. എന്നാൽ മല്ലികയും നിക്ഷേപിനെ പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞു, കാളിദാസ് കോ സമ്മാൻ കാ തിരസ്കാരന കർണ ചാഹിയെ. കാളിദാസൻ ഒരിക്കലും തനിക്ക് കിട്ടിയ പദവിയെ തിരസ്കരിക്കാൻ പാടില്ല. ഇസ്ലിയെ ജഗദംബാക്കെ മന്ദിർമേ ജാക്കർ ഉസ്സെ അനുരോധ് കർണ ഹോഗ. അതുകൊണ്ട്, കാരണം ഇത് കേട്ടത് ഉടനെ തന്നെ കാളിദാസൻ ജഗദംബ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ്, ആരും കാണാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ജഗദംബ ക്ഷേത്രത്തിൽ പോയിട്ട് അയാളോട് റിക്വസ്റ്റ് ചെയ്യുക തന്നെ വേണം. മല്ലിക കാളിദാസ് കെ പാസ് കൈ. മല്ലിക കാളിദാസിൻ്റെ അടുക്കലെത്തി. അവർ അനുരോധ കിയാക്കി ഉസെ അവശ്യ രാജകവി കാ പദ് ഗ്രഹൺ കർണ ചാഹി. എന്നിട്ട് നേരെ അവിടെ പോവുകയും റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്താണ്? തീർച്ചയായിട്ടും രാജകവിയായിട്ടുള്ള സ്ഥാനം ഏറ്റെടുക്കണമെന്ന്. ക്യോങ്കി ഗ്രാമപ്രദേശ് കെ ലോഗ് ഠീക്ക് സെ കാളിദാസ് കോ നഹി സമജ് പാത്തെ. കാരണം ഗ്രാമപ്രദേശത്തിരുന്നാൽ അങ്ങയെ ഗ്രാമത്തിലുള്ള ആൾക്കാർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കില്ല. മല്ലിക ने भी कहा कि वह कालिदास को घेरना नहीं चाहती. മല്ലിക തൻ്റെ കാളിദാസനോട് ഇതും കൂടി പറഞ്ഞു, താൻ കാളിദാസനെ ചുറ്റി വളഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് പോവുക തന്നെ ചെയ്യണം. കാളിദാസ് കി ബാത്തേ സുൻകർ മല്ലിക കി ബാത്തേ സുൻകർ കാളിദാസനെ ഭാവ് വിഭോർ ഹോക്കർ കഹ. മല്ലികയുടെ വാക്കുകൾ കേട്ടിട്ട് കാളിദാസൻ വികാരത്തോടു കൂടി